എല്ലാവർക്കും നമസ്തേ. ഇത് പാസ്റ്റർ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന ഒരു തെമ്മാടി കള്ള റാസ്കലിൻ്റെ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ദേവതമാരെയും അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ഒരു അത്ഭുത രോഗശാന്തി, അതുപോലെ ഞങ്ങളുടെ ഇവന്മാർ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരെണ്ണത്തിനകത്തിലെ ഒരു അല്പഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. കല്യാണം കഴിച്ചിട്ട് അതിന്റെ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ ഭർത്താവ് ഇവളെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി ഇവളെ കുടികെട്ടി അവിടെ ഭർത്താവ് മരിച്ചുപോയി. ആ ശക്തി അവിടെ ഭർത്താവിനെ കൊണ്ടുപോയി ഇവളെ ഒരു മാനസിക രോഗിയാക്കി അവിടെ മോളെ കെട്ടിക്കളഞ്ഞു. ഇവൻ പറഞ്ഞത് കേട്ടല്ലോ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇവനൊരു സ്ത്രീക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് ഇതേപോലെ ഹിന്ദു ക്ഷേത്രങ്ങളെയും ദേവതമാരെ അധിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണെന്ന് മനസ്സിലായില്ലേ? ഇതിനകത്തിൽ ഇവൻ പറയുന്നത് ആ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഭർത്താവ് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. ആ ക്ഷേത്രത്തിലെ ശക്തി ഇവരുടെ ഭർത്താവിനെ കൊന്നു, ഇവരെ മാനസിക രോഗിയാക്കി, മകളെ കെട്ടി ഇട്ടു എന്നൊക്കെയല്ലേ പറയുന്നത്. ആ ഒരു ക്ഷേത്രമെന്ന് പറയുന്നത്, ഏത് ക്ഷേത്രമെന്ന് പറയുന്നില്ല, അവരുടെ പേര് പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ യുവതികൾക്ക് കയറാൻ കഴിയാത്ത ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ശബരിമലയാണ്. അപ്പോൾ ശബരിമല ഒഴികെയുള്ള നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളെയും, നമ്മുടെ ആറന്മുള ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ചെട്ടികുളങ്ങര, മലയാലപ്പുഴ, കൊടുങ്ങല്ലൂർ, ഇതേപോലുള്ള എല്ലാ ക്ഷേത്രങ്ങളും, കൊട്ടിയൂർ മഹാദേവരാകട്ടെ, വടക്കുന്നാഥനാകട്ടെ, ഏതൊരു ക്ഷേത്രത്തിനെയും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇവൻ ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ക്ഷേത്രത്തിൽ ഇവരെ കൊണ്ടുപോയി അവിടുത്തെ ശക്തി ഇവരുടെ ഭർത്താവിനെ കൊന്നു, ഇവരെ മാനസിക രോഗിയാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എത്രമാത്രം ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളെ, നമ്മുടെ ദേവതമാരെ ഇത്തരം പിശാചിൻ്റെ മക്കൾ, ഇവനെയൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ ഒക്കത്തുള്ളൂ. നായ്ക്ക് പിറന്ന പിശാചിൻ്റെ മക്കൾ എന്ന ഇവനെയൊക്കെ ബിനു വാഴമുട്ടം പോലുള്ള പാസ്റ്റർമാരെ നമുക്ക് പറയാനൊക്കത്തു. ഇതേപോലെ നിരവധി എണ്ണം ഉണ്ട്. അവനൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ കുറേ ആൾക്കാർക്ക് പണം കൊടുത്ത് ട്രെയിനിങ് നടത്തി, പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവർക്ക് ഈ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളതാണ്. ഇതേപോലെ ഈ ചാടിത്തുള്ളി ഏതാണ്ട് ഭൂതപ്രേത ബാധകൾ ശരീരത്ത് വ്യാപിച്ചതുപോലെ തുള്ളിയിട്ട് അഭിനയിച്ച് ഇതേപോലൊക്കെ പറയാൻ ട്രെയിനിങ് കൊടുക്കുന്ന നിരവധി വീഡിയോകൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾക്ക് കണ്ടിട്ടുള്ളതാണ്. ഇതേപോലെ പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും കുറേ ആൾക്കാരെ വിളിച്ച്, സ്ത്രീകളെ വിളിച്ച് ഇതേപോലെ പണം കൊടുത്ത് വ്യാജ പ്രചരണം, കള്ള സാക്ഷി, ഇവന്മാരിതെന്ന് പറയുന്നത് സാക്ഷ്യം പറച്ചിലെന്നാണ് പറയുന്നത്. ഈ രോഗശാന്തി ശുശ്രൂഷ പോലെ സാക്ഷ്യം പറച്ചിൽ എന്നൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്. ആ സ്ത്രീയെ പറയുന്നത് കേട്ടാൽ, അവരെ കൊണ്ട് പറയുന്നത് കേട്ടിട്ട് ഇവനത് പറയുന്നുണ്ട്, ഏതോ ഒരു യേശു, അത് അവൻ്റെ, എനിക്ക് തോന്നുന്നു അവൻ്റെ അമ്മയുടെ രഹസ്യക്കാരുടെ ആരാൻ്റെ പേരായിരിക്കും അത്. അവൻ്റെ അമ്മയുടെയും അവൻ്റെ ഭാര്യയുടെ ഒക്കെ രഹസ്യക്കാരന്മാരാരാണ്ട് ഏതോ ഒരു യേശു വന്ന് ഈ സ്ത്രീയെ വിടുതൽ നൽകുമെന്ന്, അവിടെ ഭർത്താവിനെ കൊണ്ടുപോയ ആ ശക്തിയെ, ആ അമ്പലത്തിലെ ശക്തിയെ, ഇവളെ മാനസിക രോഗിയാക്കിയ ആ അമ്പലത്തിലെ ശക്തിയെ ഇവൻ്റെ ഈ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ അമ്മയുടെയും അവൻ്റെ ഭാര്യയുടെയും മോടെയൊക്കെ രഹസ്യക്കാരനായിട്ടുള്ള ഏതോ ഒരു യേശു വന്ന് വിടുതൽ നൽകി പഴയതുപോലെ ആക്കുമെന്നാണ് അവൻ പറയുന്നത്. അത്ര വലിയ ഏതാണ്ട് ശക്തനാണ് അവൻ്റെ ഈ അമ്മയുടെയൊക്കെ ഈ രഹസ്യക്കാരൻ എന്നുള്ള രീതിയിലാണ് അവൻ ഈ പറയുന്നത്. ഇങ്ങനെ ഹിന്ദു സമൂഹത്തിനെ, ക്ഷേത്രങ്ങളെയും ദേവതമാരെ ഇങ്ങനെ പണം കൊടുത്ത് പരിശീലനം നൽകി ഈ ട്രെയിനിങ് കൊടുത്ത് അധിക്ഷേപിക്കുന്ന പരിപാടി നടത്തിയിട്ട് ഈ നാട്ടിലൊരു ഹിന്ദു സംഘടനയും ഇല്ലേ എന്നുള്ളതിലാണ് അത്ഭുതപ്പെടുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു ഹിന്ദു സംഘടനയും ഇല്ലേ? ഇവനെയൊക്കെ ഇങ്ങനെ
നമ്മൾ പറയാറുണ്ട് നമ്മുടെ സെമിറ്റിക് മതമല്ല, നമ്മൾ ഒരു ജീവിത ശൈലിയാണ് ഹൈന്ദവത എന്ന് പറയുന്നത്, ദൈവികമായിട്ടുള്ള ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ നമ്മൾ വലിയ വീമ്പ് പറഞ്ഞ് നടക്കുമെന്നുള്ളതല്ലാതെ ആ പറഞ്ഞ് നിഷ്ക്രിയരായിരിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ ഇതേപോലുള്ള കള്ളന്മാർ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്നതും അവന്മാരിൽ കൂടി ഹിന്ദു സമൂഹത്തിൽ നല്ലൊരു ശതമാനം ഇപ്പം ഇവൻ്റെയൊക്കെ കൂടെ കൂടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അവൻ്റെയൊക്കെ പണം മോഹിച്ചും ഇതുള്ള വ്യാജ പ്രചരണത്തിൽ വിശ്വസിച്ചും അതിനകത്ത് പെട്ടുപോയൊക്കെ നിരവധി ആൾക്കാർ അതിനകത്തിൽ പോയിട്ടുണ്ട്. ഹിന്ദു ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ എത്ര ശതമാനമുണ്ട് ഹിന്ദു ജനങ്ങൾ? പലതും രേഖാമൂലം ഹിന്ദു ആയിരിക്കും, പക്ഷേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരങ്ങനെ ഈ സർട്ടിഫിക്കറ്റുകളിൽ ഹിന്ദു എന്ന് അവരുടെ മതം പറയുന്നതെങ്കിലും നല്ലൊരു ശതമാനവും ഈ പിന്നോക്ക വിഭാഗം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ മതം മാറി ഇവന്മാരുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇതേപോലുള്ള കള്ളന്മാർ കാരണം പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് മാറിയിട്ടുണ്ട്. രേഖയിൽ അവർ ഹിന്ദുക്കളായിരിക്കും, അത് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി. അങ്ങനത്തെ സാഹചര്യമായിട്ട് പോലും നമ്മുടെ ഈ നാട്ടിലെ ഹിന്ദു സംഘടനകൾ എന്തുകൊണ്ട് നിഷ്ക്രിയരായിരിക്കുന്നു? ഇവനെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഈ നാട്ടിൽ RSSും അതിൻ്റെ പരിവാർ സംഘടനകൾ നിരവധിയുണ്ട്. ഹിന്ദു ഐക്യവേദിയുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട്, ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുണ്ട്. അങ്ങനെ നിരവധി സംഘടനകളുണ്ടായിട്ട് ഇവനെ പോലുള്ള തെമ്മാടികൾ, കള്ള റാസ്കൽസ്, ഈ തെറി വർത്തമാനം പറയുന്ന മോശമാണെന്നുണ്ടെങ്കിലും പറയാതിരിക്കാൻ കഴിയുന്ന ഇതേപോലെ നായ്ക്ക് പിറന്നവന്മാർ ഹിന്ദു ദേവതമാരെ അധിക്ഷേപിക്കുമ്പോൾ ഇതിനെതിരെ പ്രവർത്തിക്കേണ്ട സംഘടനകൾ അനങ്ങുന്നില്ല. അവരിതൊന്നും കേട്ടിട്ടില്ല എന്ന് ഉള്ള ആ ഒരു നിലയിലേക്ക് മാറിയതാണ് നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തുന്നതും നമ്മുടെ ഈ സമാജത്തിന് വളരെയേറെ ദോഷം ചെയ്യുന്നതും. ഇവനൊക്കെ അറിയാം, ഇവനൊക്കെ എത്രമാത്രം അധിക്ഷേപിച്ചാലും, ക്ഷേത്രങ്ങളെ ദേവതമാരെ അധിക്ഷേപിച്ചാലും ഹിന്ദു സംഘടനകളോ ഹിന്ദുക്കളോ പ്രതികരിക്കത്തില്ല. അതുകൊണ്ട് പൂർവാധികം ശക്തിയോടെ ഇവൻ ഹിന്ദു ദേവതമാരെ അധിക്ഷേപിച്ച് ഇതേപോലെ ജനമധ്യത്തിൽ പ്രതിഷ്ഠിച്ചാൽ അതിൽ നിന്ന് ഹിന്ദു സമൂഹത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ആൾക്കാർ അവരോടൊപ്പം ചെല്ലും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവരിൽ ഉണ്ടാകാൻ ഉള്ള കാരണവും ഹിന്ദു സംഘടനകളുടെ ഇതേപോലുള്ള നിഷ്ക്രിയത്വമാണ്. അതേപോലെ വിദേശത്ത് നിന്ന് വരുന്ന പണം നിരവധിയുണ്ട് ഇവർക്ക്, ഇങ്ങനെ വരുന്നവർക്ക് കൊടുത്ത് പ്രലോഭിപ്പിക്കാനും അത് ഇങ്ങോട്ട് കൊണ്ടുവരാനും. അതുകൂടാതെ CPMനെ പോലുള്ള പാർട്ടിക്കാരും ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കണ്ടാണ് ആ സ്ത്രീയുടെ പേര് വീണ ജോർജ്, മുൻ മന്ത്രിയായിരുന്നു. അവർ പരാജയഭീതി, അവർ CPMകാരിയാണ്, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു സ്ത്രീയാണ് അവർ പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം, അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല, പ്രത്യേക താല്പര്യമെടുത്ത് അവരെ മന്ത്രിയാക്കുകയും ചെയ്തതാണ്. അവർ പരാജയഭീതിയിൽ ഈ ബിനു വാഴമുട്ടത്തിൻ്റെ അവിടെ ചെന്ന് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പം ഇതേപോലുള്ള തെമ്മാടികൾക്ക്, സാമൂഹ്യ വിരുദ്ധർക്ക്, ഹിന്ദു വിരുദ്ധർക്ക് കൂട്ടിന് CPMും ഉണ്ട്. കാരണം CPMൻ്റെ ലക്ഷ്യം തന്നെ ഹിന്ദു സമൂഹത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഹിന്ദുത്വത്തെ, ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കുക, അതിലൂടെ ഈ നമ്മുടെ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുക, രാജ്യത്തിനെ കൊണ്ട് ചൈനയുടെ തൊഴുത്തിൽ കെട്ടുക എന്നുള്ളതാണ് CPMൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദു സംസ്കാരം ഇല്ലാതാകണം, ഹിന്ദുക്കൾ ഇല്ലാതാകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള CPMനെ പോലുള്ള പാർട്ടികളും ഈ ബിനു വാഴമുട്ട എന്ന് പറയുന്ന ഈ നായ്ക്ക് പിറന്നവന് കൂട്ടുള്ളപ്പോൾ, അധികാരവർഗത്തിനും ഇവൻ പണം കൊടുത്ത് ഇവൻ്റെ കയ്യിൽ വെച്ചിട്ടുള്ളപ്പോൾ
ഹിന്ദു സമൂഹം ഒരു വ്യക്തിക്ക് ഇവനെതിരെ മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. ഒരു കേസുമായിട്ട് പോയാൽ കോടതി ചെലവൊക്കെ വഹിക്കാൻ ഒരു വ്യക്തിക്ക്, ഒരു ഹിന്ദുമത വിശ്വാസിയായ വ്യക്തിക്ക് പ്രയാസമായിരിക്കും. പക്ഷേ ഒരു ഹിന്ദു സംഘടനയ്ക്ക് തീർച്ചയായും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും, ഇവനെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താൻ. എന്തുകൊണ്ട് ഇവനെതിരെ, അതായത് ഹിന്ദു ക്ഷേത്രങ്ങളെയും ദേവതമാരെയും ഇതേപോലെ അധിക്ഷേപിച്ച് പരസ്യമായിട്ട് വീഡിയോയും ചെയ്ത് പരിപാടി നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇവനെതിരെ ഒരു കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല? മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇത്തരം പാസ്റ്റർമാർക്കെതിരെ എന്തുകൊണ്ടൊരു കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല? അതാണ് ഇവനൊക്കെ മുതലെടുക്കുന്നതും അതാണ് ഇവൻ്റെയൊക്കെ എന്താണ് പറയുന്നത്, ഈ മതം മാറ്റത്തിന് ഇവനൊക്കെ ശക്തി പകരുന്നതും. അത് ഇനിയെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് ഹിന്ദു സംഘടനകൾ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ആ വീഡിയോ നമ്മൾ തുടക്കത്തിൽ വളരെ കുറച്ച് കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ഏകദേശം കുറച്ച് ഭാഗങ്ങളൂടെ ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിക്കുകയാണ്. ഉറക്കെ വിളിച്ച് വിയംബര അർമേ റിയാദന വൈഡമ യേശുവിന്റെ നാമത്തിൽ ഇവിടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ കടുങ്കട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ പൊട്ടിമാറട്ടെ. പൊട്ടിക്കാം, പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. പൂർണ്ണ ശക്തിയോടെ അവന്റെ രൂപ എടുത്തോണ്ട് പാടെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് അതിന്റെ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ ഭർത്താവ് ഇവിടെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി ഇവിടെ കുടികെട്ടി അവിടെ ഭർത്താവ് മരിച്ചുപോയി. ആ ശക്തി അവിടെ ഭർത്താവിനെ കൊണ്ടുപോയി ഇവളെ ഒരു മാനസിക രോഗിയാക്കി അവിടെ മോളെ കെട്ടിക്കളഞ്ഞു. ഇന്ന് രാവിലെ എല്ലാം തിരിച്ചു വരാമോ? ഇത് വന്നിടത്തോട്ട് തിരിച്ചു പോകും. ഇന്ന് പോകും. അനിയത്തിയ ഇവിടെ മോളുണ്ടോ? വന്നില്ല, ഇറങ്ങി വാ. ഞാനീ പറഞ്ഞൊക്കെ ഭർത്താവ് കൊണ്ടുപോയി ഒരിടത്ത് കുടിയിരുത്തി. സത്യ ഇല്ല, നിന്നെ ഞാൻ വിടത്തി, ഞാൻ പറഞ്ഞിട്ടേ വിടത്തുള്ളൂ. എല്ലാരും കൂടെ പ്രാർത്ഥിക്കണം. ഒരു കാര്യമുണ്ട്, ഇവിടെ ശരീരത്തിൽ നിന്ന് ഈ ശക്തി ഇപ്പൊ അഴിഞ്ഞു പോകും. വേണ്ട, ചേട്ടത്തിയാണോ അനിയത്തിയാണോ? ചേട്ടത്തി നോർമലാവും. സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും സകലാധികാരവും പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുക, എല്ലാരും കൂടെ കരമടിച്ച് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഹർമ്മമനഘടക ശംഭവാനക പൊട്ടി അവിടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പൊട്ടി. ഇവിടെ നീ എന്തിനാ ഇവിടെ ശരീരത്തിൽ കയറിയേ? എന്തിനാ കയറിയേ? കൊല്ലാൻ കയറിയതാ. എല്ലാരും കൂടെ കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ചോ. എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിച്ചു. അവൻ അത്ഭുതത്തിന്റെ ദൈവമാ. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.